ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലൂയിസ് ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലൂയിസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഗിയർ ട്യൂത്തിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ്സ് കണ്ടുപിടിക്കുന്നത് ലൂയിസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. സോ ലൂയിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊരു അസംഷൻ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ലൂയിസ് ഇക്വേഷനിൽ നമ്മളൊരു ഗിയർ ടീത്തിനെ ഒരു കാൻഡിലിവർ ബീമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലൂയിസ് ഇക്വേഷനിൽ നമ്മൾ ഗിയർ ടീത്തിനെ ഒരു കാൻഡിലിവർ ബീമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദ ഗിയർ ടൂത്ത് ഈസ് ട്രീറ്റഡ് ആസ് എ കാൻഡിലിവർ ബീം ഇൻ ലൂയിസ് ഇക്വേഷൻ. കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരെൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡ് ഫ്രീയും. അതാണ്ട് ഈ എൻഡ് ഫിക്സ്ഡ് ആണ്, ഈ എൻഡ് ഫ്രീ ആണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ട്രാൻസ്മിറ്റിംഗ് കമ്പോണൻറ്റ്, അതായത് എഫ് ടി, നമ്മളെ നോർമൽ ലോഡിൻ്റെ രണ്ട് കമ്പോണൻറ്റിൽ ഒന്നായ എഫ് ടി. ഓക്കെ, ഈ ഡിസ്റ്റൻസിനെ എച്ച് എന്ന് വിളിക്കുന്നു, ഈ ഡിസ്റ്റൻസിനെ ടി എന്ന് വിളിക്കുന്നു. ഇങ്ങോട്ട് റെപ്രസെൻ്റ് ചെയ്തത് ബി ആണ്, നമ്മളെ ഫേസ് വിഡ്ത്ത് ആണ് അങ്ങോട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഇക്വേഷനിൽ ഒരു 3 അസംഷൻസ് ആദ്യമേ കൊണ്ടുവരും ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം 2 ഫോഴ്സ് ഉണ്ട്, ഒന്ന് റേഡിയൽ ഫോഴ്സും ഒന്ന് ട്രാൻസ്മിറ്റിംഗ് ഫോഴ്സും. അത് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ഫോഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, റേഡിയൽ ഫോഴ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുവാണ്. ദി എഫക്റ്റ് ഓഫ് ദി റേഡിയൽ കമ്പോണൻറ്റ് എഫ് ആർ ഈസ് നെഗ്ലക്റ്റഡ്. ഓക്കെ, കാരണം എഫ് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ടി വെച്ച് നോക്കുമ്പം ഭയങ്കര സ്മോളാണ്. എഫ് ടി ആണ് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പോണൻറ്റ്. സോ നമുക്ക് എഫ് ആർ നെഗ്ലക്റ്റ് ചെയ്യാം. 2, നമുക്കറിയാം ഈ എഫ് ടി എന്ന് പറഞ്ഞ ഇതാണ് ഫേസ് വിഡ്ത്ത്. ഈ ഫേസ് വിഡ്ത്തിന് എലോങ് ആയിട്ട് എഫ് ടി എന്ന് പറഞ്ഞ ഫോഴ്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് എഫ് ടി ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി ഫേസ് വിഡ്ത്ത് ഓഫ് ദി ഗിയർ. ഈ ഗിയറിൻ്റെ ഫേസ് വിഡ്ത്തിന് യൂണിഫോം ആയിട്ടാണ് ആര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്? എഫ് ടി എന്ന് പറഞ്ഞ ഫോഴ്സ്. 3, ദ എഫക്റ്റ് ഓഫ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഈസ് നെഗ്ലക്റ്റഡ്. നിങ്ങൾ DME 1 പഠിച്ച സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് ഇവിടെ നെഗ്ലക്റ്റ് ചെയ്തേക്കാണ്. പിന്നെ 4 എന്ന് പറഞ്ഞാൽ യൂഷ്വലി 2 പെയർസ് ഓഫ് ഗിയർ ആണ് എൻഗേജ് ചെയ്യുന്നത് ഈ നോർമലി പവർ ട്രാൻസ്മിഷന് വേണ്ടി. നമ്മളതിൽ 1 പെയർ ഓഫ് ടീത്തെ എൻഗേജ് ചെയ്യുന്നുള്ളതെന്ന് അസ്യൂം ചെയ്യുന്നു. ആ 1 പെയർ ഓഫ് ടീത്ത് തന്നെ എൻറ്റയർ ലോഡ് എടുക്കുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ നമ്മൾ 4 അസംഷൻ കൊണ്ടുവരുന്നു. ദ എഫക്റ്റ് ഓഫ് റേഡിയൽ കമ്പോണൻറ്റ് ഈസ് നെഗ്ലക്റ്റഡ്, ദ എഫ് ടി ഈസ് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ട് അലോങ് ദ ഫേസ് വിഡ്ത്ത്, പിന്നെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഈസ് നെഗ്ലക്റ്റഡ്, 1 പെയർ ഓഫ് ടൂത്ത് ഈസ് അസ്യൂംഡ്. നമുക്ക് ഈ ഫിഗർ ക്ലോസ്ലി എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഫ്രം ഫ്രീ എൻഡ് ടു ഫിക്സഡ് എൻഡ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വേരീസ്. നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കുക ഫ്രം ഫ്രീ എൻഡ് ടു ഫിക്സഡ് എൻഡ്. അതുകൊണ്ടൊരു ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് നമുക്കിതിൽ കിട്ടില്ല. സോ ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പരാബോള ഇതിൻ്റെ ഈ ടൂത്ത് പ്രൊഫൈലിൻ്റെ അകത്ത് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നു. എ പരാബോള ഈസ് കൺസ്ട്രക്റ്റഡ് വിത്തിൻ ദി ടൂത്ത് പ്രൊഫൈൽ. ഇതാണ്ട് ആ പരാബോളയാണ് ഇതാ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. ഇതെന്താണ്? ഒരു നേരത്തെ വരച്ച ആ ഗിയർ ടീത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അതാണ്ട് ഈ ഇവിടൻ്റെ അകത്ത് ഞാൻ ഒരു പരാബോള കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ഈ പരാബോള എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? എ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത്. ദ അഡ്വാൻറ്റേജ് ഓഫ് പരാബോളിക് ഔട്ട്ലൈൻ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത്. ഈ യൂണിഫോം സ്ട്രെങ്ത് ഉള്ള ബീം നമ്മൾ അസ്യൂം ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഏത് ക്രോസ് സെക്ഷൻ എടുത്താലും യൂണിഫോം ബീം ആണെങ്കിൽ സ്ട്രെസ്സ് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അസംഷൻ കൊണ്ടുവന്നത്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു പരാബോള കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. നമ്മൾ ട്യൂത്തിൻ്റെ അകത്തൊരു പരാബോള കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നിങ്ങളിപ്പം മനസ്സിലായി, ഈ എഫ് ടി എന്ന് പറഞ്ഞ ഫോഴ്സാണ് ഇവിടെ എന്തുണ്ടാക്കുന്നത്? ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ലൂയിസ് ഇക്വേഷൻ എന്തിനു വേണ്ടിയാണ് കൺസിഡർ ചെയ്യുന്നത്? ലൂയിസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ബെൻഡിങ് സ്ട്രെസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗിയർ ടൂത്ത്. സോ ഈ എഫ് ടി എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ ഈ എഫ് ടി മൂലം ഉണ്ടാകുന്ന ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഈ ലൂയിസ് ഇക്വേഷൻ വെച്ചിട്ട്. നമുക്ക് മനസ്സിലായി, ഈ ഒരു സെക്ഷൻ കണ്ടോ, എക്സ്. ഈ സെക്ഷനിലാണ് ഏറ്റവും വീക്കസ്റ്റ് സെക്ഷൻ. ഈ ബീമിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് സെക്ഷൻ ഈ എക്സ് ആണ്. കാരണം അവിടെ നോക്കിയേ, ദ പരാബോള ഈസ് ടാൻജൻറ്റ് ടു ദി ടീത്ത് പ്രൊഫൈൽ. ഈ ഒരു പോയിന്റിൽ നമ്മളെ പരാബോള എന്താണ്? ടാൻജൻറ്റ് ടു ദി ടൂത്ത് പ്രൊഫൈലാണ്. സോ അവിടാണ് ഏറ്റവും വീക്കസ്റ്റ് സെക്ഷൻ എന്ന് നമുക്ക് മനസ്സിലായി. സോ ആ വീക്കസ്റ്റ് സെക്ഷൻ അബോട്ടായിട്ടാണ് നമ്മൾ മൊമെൻ്റ് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എഫ് ടി എന്ന് പറഞ്ഞ ഫോഴ്സ്, ഈ ഫോഴ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തേക്കുക, എഫ് ആർ നെഗ്ലക്റ്റ് ചെയ്തേക്കുക. എഫ് ടി എന്ന് പറഞ്ഞ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ്. നമ്മൾ ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് വേണം. ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ ഈ എക്സ് എന്ന് പറഞ്ഞ ക്രോസ് സെക്ഷൻ അബോട്ടായിട്ട് എടുക്കാൻ പോകുന്നു.
സോ നമുക്കറിയാം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഫേമസ് ഇക്വേഷൻ അറിയാം. ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ നമ്മൾ മോസിൽ പഠിച്ചു. എം ഡിവൈഡഡ് ബൈ ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ വൈ. എം എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ്, ഐ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ ബെൻഡിങ് സ്ട്രെസ്, വൈ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിസ്റ്റൻസ് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ഫ്രം ദി എക്സ്ട്രീം ഫൈബർ. നമ്മൾക്ക് സിഗ്മ, അതായത് ബെൻഡിങ് സ്ട്രെസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് എൻ്റെ കൂടെ എഴുതി വരണേ. നമുക്കാദ്യം മൊമെൻറ്റ് കണ്ടുപിടിക്കാം, എം കണ്ടുപിടിക്കാം. ഈ ഫിഗർ നിങ്ങൾ നോക്കിയേ. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഫോഴ്സ് FT ആണ്. എടുക്കുന്ന മൊമെൻ്റ് എടുക്കുന്ന ക്രോസ് സെക്ഷൻ XX എലോങ് ആയിട്ടാണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് H ആണ്. സോ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ വരും, FT × H. ഇനി നമുക്കിവിടെ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഈ ബീം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു റെക്റ്റാങ്കിളായിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലേ. ഒരു റെക്റ്റാങ്കിളായിട്ടാണ് നമുക്ക് കാണുന്നത്. ആ റെക്റ്റാങ്കിളിൻ്റെ ഈ ഡിസ്റ്റൻസിനെ നമുക്ക് B ആയിട്ട് എടുക്കാം. നമുക്ക് B ആയിട്ടാണ് ഇത് ഫേസ് വിത്തല്ലേ റെപ്രസെൻ്റ് ചെയ്തത്. മുകളിൽ നോക്കുമ്പം ഈ ഡിസ്റ്റൻസ് B ആണ്. ഈ ഡിസ്റ്റൻസ് T ആയിട്ട് എടുക്കാം നമുക്ക്. കാരണം ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് T ആയിട്ട് തോന്നും, ഒരു സൈഡ് നമുക്ക് B ആയിട്ട് തോന്നും. സോ ഈ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ എടുക്കുന്നത്. റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം I is equal to X ആക്സിന് എലോങ് ആയിട്ടാണെങ്കിൽ B × T³ ഡിവൈഡഡ് ബൈ 12. സോ നമുക്ക് എന്തായി, M ആയി, നമുക്ക് I ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മയാണ്. നമുക്ക് ഇതിന് എന്തോ കൂടെ വേണം, വൈയും കൂടി വേണം. വൈ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂട്രൽ ആക്സിസ് ആൻഡ് ദി എക്സ്ട്രീം ഫൈബർ. നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഇത് ഇവിടെ ആണ്. അവിടുന്ന് എക്സ്ട്രീം ഫൈബർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം T ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ Tയുടെ പകുതി. സോ T/2 വരും. സോ y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം T ഡിവൈഡഡ് ബൈ 2. സോ ഈ ഇക്വേഷൻസ് എല്ലാം കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മൾ ഈ ഫോമുലയിൽ. സോ M എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു FT × H ഡിവൈഡഡ് ബൈ I എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു B × T³ ഡിവൈഡഡ് ബൈ 12. ഇവിടെ സിഗ്മയെ സിഗ്മ എന്ന് തന്നെ വിളിച്ചു. ഇവിടെ വൈക്ക് നമുക്ക് എന്തോ കൊടുക്കാം, T ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുത്തു. ഈ 2ഉം ഈ 12ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 6 കിട്ടും. ഈ Tയും ഇതും തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ T² ആവും. സോ നമുക്ക് എന്തോ ഇക്വേഷൻ, FT × H. ഈ 6 അങ്ങ് മേളിൽ പോവും. സോ 6 × FT × H ഡിവൈഡഡ് ബൈ BT² is equal to സിഗ്മ എന്ന് കിട്ടും. സോ സിഗ്മ is equal to എന്ത് കിട്ടും, 6 × FT × H ഡിവൈഡഡ് ബൈ B × T² എന്ന് കിട്ടും. ഓക്കെ, ഞാൻ തുടക്കം കൂടെ എഴുതാൻ പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ ഇത് മായ്ക്കുവാണ്, കാരണം എനിക്ക് സ്ഥലം കുറവാണ്. സോ ഈ ഇക്വേഷനിൽ നിന്നും ഞാനൊന്ന് FT കണ്ടുപിടിക്കുവാണ്. ഈ ഇക്വേഷൻ FTയുടെ ടേംസ് എഴുതുക. സോ FT is equal to, ഇവിടെ ഒരു സിഗ്മ ഉണ്ട്, സിഗ്മ × B ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ T² ഡിവൈഡഡ് ബൈ, ഇത് രണ്ടും താഴോട്ട് വരും, എന്ത് വരും, 6 × H. സോ FT is equal എന്ത് കിട്ടും, സിഗ്മ B T² ഡിവൈഡഡ് ബൈ 6H. ഞാൻ ഇക്വേഷനിൽ ഒരു M കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം എനിക്ക് മൊഡ്യൂളിൻ്റെ ടേംസ് ഈ ഇക്വേഷൻ കൊണ്ടുവന്നാൽ എനിക്ക് ഈ ഇക്വേഷൻ തന്നെ എനിക്ക് മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഫർദർ സിംപ്ലിഫിക്കേഷൻ എളുപ്പമാണ്. മൊഡ്യൂൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മൊഡ്യൂൾ കണ്ടുപിടിച്ചാൽ ബാക്കി എല്ലാ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സോ സിഗ്മ × B × T² ഡിവൈഡ് ബൈ 6 × H × M. ഞാൻ ഒരു മൊഡ്യൂൾ M കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യുന്നു, M കൊണ്ട് ഡിവൈഡും ചെയ്യുന്നു. ഇത് Tയും Hഉം Mഉം എല്ലാം നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം കോൺസ്റ്റൻ്റ്. T എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, H എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, M എന്ന ഡിസ്റ്റൻസ്, ഇതെല്ലാം കോൺസ്റ്റൻ്റ്. സോ ഈ കോൺസ്റ്റൻസിനെ എല്ലാം കൂടി ഞാൻ ഒരു പേരിട്ട് വിളിക്കുന്നു, FT is equal to M × സിഗ്മ × B × Y. ഈ വൈനെ വിളിക്കുന്ന പേരാണ് ലൂയിസ് ഫോം ഫാക്ടർ. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമ്മൾ അവസാനം കൊണ്ടുവന്ന ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ലൂയിസ് ഇക്വേഷൻ. FT is equal to M × സിഗ്മ × B × T². നിങ്ങളെ ഡേറ്റാ ബുക്കിൽ
നിങ്ങളെ ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 204 പേജ് നമ്പർ 204 എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ 12.5a റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ലൂയിസ് ഇക്വേഷൻ. ഓക്കെ, അവിടെ ഈ ഇക്വേഷൻ കണ്ടോ 12.5c 12.5d 12.5b ഈ ഇക്വേഷൻസ് ആണ് ലൂയിസ് ഫോം ഫാക്ടർ വൈയുടെ വാല്യൂ തരുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ടു ഓരോ സിസ്റ്റം അനുസരിച്ച് ഇപ്പം 14.5 ഡിഗ്രി ഇൻവല്യൂട്ട് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ല 20 ഡിഗ്രി ഇൻവല്യൂട്ടാണ് അല്ലെങ്കിൽ 20 ഡിഗ്രി സ്റ്റബാണ്, ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തോ ചെയ്യും, നമുക്ക് ലൂയിസ് ഇക്വേഷൻ, നമുക്ക് ലൂയിസ് ഫോം ഫാക്ടർ നമുക്ക് കിട്ടും. ഓക്കെ, സോ ആ ഇക്വേഷൻ നമ്മൾ നോക്കാം. ഇപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, സോ പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ വിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയും. പിന്നെ നമ്മൾ എഫക്റ്റീവ് ലോഡ് ആക്ടിങ് ഓൺ ദി ടീത്ത്, അവിടെയാണ് നമ്മൾ വെലോസിറ്റി ഫാക്ടറും സർവീസ് ഫാക്ടറും ഒക്കെ വരുന്നത്. ഇത് കഴിഞ്ഞാൽ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിസൈൻ പ്രൊസീജിയറിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്കമിങ് വീഡിയോസിൽ നമുക്കത് കാണാം.